ഹായ്. മലപ്പുറം കത്തി അമ്പും വില്ലും എന്തൊക്കെയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിയാണ്ട് വലിച്ച് കീറി ഭിത്തിയിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കച്ച കെട്ടി വന്നു. അവസാനം എന്തായി? പുള്ളി നൈസായിട്ടാണ്ട് ഒതുക്കി. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പൊതുവേദിയിൽ നമ്മുടെ മമ്മൂക്കയോട് മാപ്പ് പറഞ്ഞു. അതായത് മമ്മൂക്കയോട് മാപ്പ് പറയേണ്ട ആവശ്യം നമ്മുടെ മുഖ്യമന്ത്രിക്കില്ല. എന്നിട്ടും പുള്ളി മാപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചാൽ മതി. അവർ തമ്മിലുള്ള ഒരു അടുപ്പവും അദ്ദേഹം ചെയ്തത് ഒരു തെറ്റായ കാര്യമല്ല എന്നുള്ള ബോധ്യവും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉണ്ടായത് കൊണ്ടാണ് പുള്ളി ഇന്നലെ മാപ്പ് പറഞ്ഞത്. കാരണം പുള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം കാര്യമൊന്നുമില്ല. പിന്നെ പുള്ളി എന്തിനാ മാപ്പ് പറയണ്ട? പുള്ളി മാപ്പ് പറയേണ്ട ആവശ്യമില്ല. പക്ഷേ പുള്ളിയുടെ പാർട്ടിയിൽപ്പെട്ട ഒരുപാട് കൃമികീടങ്ങൾ കാരണമാണ് അദ്ദേഹം മാപ്പ് പറയേണ്ടി വന്നത്. ഒരുപാട് നല്ല നല്ല സഖാക്കന്മാരും ഉള്ള ഈ നാട്ടിൽ ചില ഇതും പുറത്ത് വെറും ഫേക്ക് ഐ ഡിന്ന് അദ്ദേഹത്തെ താറടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തെ തേജോധം ചെയ്യാൻ വേണ്ടി മാത്രം ഇറങ്ങിക്കെട്ടിയ ചില ആൾക്കാരും ഇന്നലെ ഈ മുഖ്യമന്ത്രിയുടെ ആ ഒരു മാപ്പ് പറച്ചിൽ ഇവന്മാരൊക്കെ ആരായി വെറും ചൂളിപ്പോയി. അന്ന് ഒരു പ്രശ്നം, കാരണം അദ്ദേഹത്തോട് പറഞ്ഞത്, നിങ്ങളെന്തിനാ എൻ്റെ കൂടെ എപ്പോഴും നടക്കണം? കാരണം നിങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ ആളുകൾ എന്താ വിചാരിക്കുക, ഞാൻ നിങ്ങൾ വിളിച്ചിട്ട് എന്നെ ആരും വിളിച്ചതല്ല. ശരിയാണ്, അദ്ദേഹത്തെ ഒരാളും വിളിച്ചിട്ട് വന്ന ആളല്ല മമ്മൂക്ക. അദ്ദേഹം സ്വയമായിട്ട് ഡ്രൈവ് ചെയ്തിട്ട് അദ്ദേഹം വയനാട്ടിലെ ആളുകളെ കാണാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ഫണ്ട് എടുത്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിൽ ഫണ്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആൾക്കാരെ ഫണ്ട് ഉപയോഗിച്ചിട്ട് തന്നെയല്ലേ ഈ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. ഇത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതെന്നല്ല പറയുന്നത്. പക്ഷേ നമ്മൾ ഓരോ ജനങ്ങളുടെ കയ്യിൽ നിന്നും പിരിച്ച, അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ആ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നൊക്കെയാണ് ഈ വീടുകളും മറ്റുള്ള പാർട്ടിക്കാർ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ടൊന്ന് അവരെ സന്ദർശിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നമ്മൾ നമ്മുടെ സ്വകാര്യതയിൽ സന്ദർശിക്കാൻ വിചാരിച്ച ഒരു സംഭവം ഇത് പാർട്ടി ബേസ് ആവണ്ട എന്നുള്ളത് കൊണ്ടാണ് പുള്ളി അവിടെ ഒരു കാര്യം പറയുന്നത്. അത് വേറെ രീതിയിൽ വളച്ചൊടിച്ച് അതിനെ മോശമാക്കിയിട്ട് ആണ്ട് സോഷ്യൽ മീഡിയയിൽ കത്തി. ഇതിനെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്ന ഒന്ന് കേട്ട് നോക്കാം. സോഷ്യൽ മീഡിയ രംഗത്ത് ഇടപെടുന്നവർക്ക് മമ്മൂട്ടിയെ തിരിച്ചറിയാൻ കഴിയാത്ത കാലമായി. മമ്മൂട്ടി ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. ഏതായാലും കേരളത്തിൻ്റെ മലയാളത്തിൻ്റെ മഹാനടന് അത്തരത്തിലൊരു പ്രചരണത്തിൻ്റെ ഭാഗമായി മനസ്സിന് വിഷമമോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരസ്യമായി അദ്ദേഹത്തോട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അദ്ദേഹം പറയുന്ന വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാരണം മമ്മൂക്കിയെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഈ പറഞ്ഞവന്മാർക്ക് ഇല്ല. അതാണ് പുള്ളി നല്ല കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. മമ്മൂക്കയെ വിലയിടാൻ നിങ്ങളൊക്കെ വരമ്പേലിടുമ്പോൾ അദ്ദേഹം ഞരമ്പേൽ ഓടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് 74 വയസ്സാണ്. ഈ വരുന്ന സെപ്റ്റംബർ 7 75 വയസ്സാകുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെതായ കറക്റ്റ് കാഴ്ചപ്പാടിൻ്റെ ഒരു രാഷ്ട്രീയത്തിൽ അദ്ദേഹം കറതിരുന്നൊരു CPM-കാരനാണ് എന്ന് കരുതി അദ്ദേഹം ഒരു CPM-കാരനോട് മാത്രം സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ CPM-കാരൻ വിളിച്ച പരിപാടിക്ക് മാത്രം പോകുന്നില്ല. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഒരു നല്ലൊരു സുഹൃത്തായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൈബീഡൻ MLA, ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ് എന്ന് കരുതി അദ്ദേഹം കോൺഗ്രസ്സാണ് അല്ല. അദ്ദേഹം അല്ലെങ്കിൽ BJP-യുടെ കാര്യങ്ങൾ അദ്ദേഹം ഒരു സോഷ്യൽ ഒരു മുതലാണ്. ഒരു ഇന്ത്യയുടെ തന്നെ ഒരു അഭിമാനമാണ് അദ്ദേഹം. മലയാള സിനിമയെ ഓസ്കാർ ലെവലിൽ എത്തിച്ചൊരു വ്യക്തി കൂടിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു പത്മഭൂഷൺ കിട്ടിയൊരു വ്യക്തിയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പുരസ്കാരങ്ങൾക്കും, അല്ലെങ്കിൽ നമ്മുടെ നാട്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തെ മറ്റുള്ള തലത്തിലൊക്കെ അറിയപ്പെടുത്തിയ ഈ വ്യക്തിയോട് ഇത്ര മോശമായ രീതിയിൽ പെരുമാറുമ്പോൾ പുള്ളിയുടെ പഴയകാലം, പുള്ളി ആരാണ്, എന്താണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാതെ ഇങ്ങനെ ഓരോന്ന് പടച്ചു വിടുമ്പോൾ നിങ്ങളൊന്ന് ഈ ചെയ്തതിന് നിങ്ങൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ തന്നെ അറിയാം. നിങ്ങൾക്ക്
99% നിങ്ങളെക്കുറിച്ച് നെഗറ്റീവുള്ളൂ. അതായത് ഈ പറഞ്ഞവന്മാർക്ക്. ബാക്കിയൊക്കെ അദ്ദേഹത്തെ സപ്പോർട്ടാണ്, മമ്മൂക്കയെ സപ്പോർട്ടാണ്. കാരണം പുള്ളി ചെയ്തത് കറക്റ്റാണ് എന്ന് കരുതി ഈ റഫീഖിനോട് പറഞ്ഞ കാര്യം ഒരു എന്താ പറയുക, ഒരു അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കിയാൽ അത് ഒരു ഇതായെന്നല്ല പറഞ്ഞു. പക്ഷേ പുള്ളിയുടേതായ പുള്ളി എന്ത് കാര്യം വെട്ടിത്തുറന്നാൽ പറയും. പുള്ളിക്കൊരു വ്യക്തിത്വമുണ്ട്, പുള്ളി പറയും. അത് മനസ്സിലാക്കി നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് നമ്മളൊരിതാണ്. പിന്നെ ഇന്നലെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ച് അത് ക്ലിയറായി, മുഖ്യമന്ത്രി. പിന്നെ ആരായി ഇപ്പോൾ ഈ ശശി? ഇവന്മാരായി. മമ്മൂക്കൊക്കെ ഈ പാർട്ടി തലയിൽ കയറുമ്പോൾ ഇവന്മാരൊന്നും ഈ ഫീൽഡിലേ ഉണ്ടായിട്ടുണ്ടാവില്ല. പിന്നെ വേറൊരാൾ സുനിത പറഞ്ഞ ഒരു എന്താ പറയുക ജേർണലിസ്റ്റ് മമ്മൂക്കയെ വളരെ മോശമായിട്ട് ഇന്നലെ ഒരു വീഡിയോ ഇട്ട് കണ്ടു. അവരോടൊന്ന് പറഞ്ഞു, നിങ്ങൾ ഈ പാർട്ടിക്കാരെ മറ്റുള്ളവരൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് വിലയിടുമ്പോൾ അതിനുള്ള ആൾ നിങ്ങളായിട്ടില്ല എന്നൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അദ്ദേഹത്തിൻ്റെ റേഞ്ച് പിടിക്കാൻ നിങ്ങളായിട്ടില്ല. മമ്മൂക്ക എന്ന വ്യക്തിയെ വിലയിടാനൊന്നും നിങ്ങളായിട്ടില്ല മാഡം. അതിനൊക്കെ പുള്ളി എത്രയോ മുകളാണ്, നിങ്ങളൊക്കെ അതിൻ്റെ എത്രയോ പടി താഴെ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ട് ആളെറിഞ്ഞ് കളിച്ചോളി. പുള്ളി എവിടെയോ നിൽക്കുന്ന ആ ഒരു വ്യക്തി എന്തിനാണ് വെറും ഒരു ഇതിൻ്റെ പേരിൽ. പിന്നെ നിങ്ങളൊരു കാര്യം പറഞ്ഞു, എന്താണ് സിനിമാ നടന്മാരെക്കാളും വലുതാണ് രാഷ്ട്രീയക്കാർ. ഒരിക്കലുമല്ല, ജനങ്ങളാണ് വലുത്. കാരണം ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്ന ഒരു സമ്പ്രദായമാണ് ജനാധിപത്യം. അവിടെ ജനങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാനല്ലേ ഇവരൊക്കെ നിർത്തി. അപ്പോൾ ജനങ്ങൾക്കാണ് അവിടെ പവർ, അല്ലാതെ രാഷ്ട്രീയക്കാരാണ് വെച്ചാൽ അവർക്കല്ല പവർ. ജനങ്ങൾക്കൊരു വിലയുണ്ട്. അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളൂ ആ വേദിയിൽ. കാരണം ഇത് ജനങ്ങളെ പണമാണ്. ശരിയാണ്, ജനങ്ങളെ പണമാണ്. അല്ലാതെ നമ്മുടെ അവർ ഗവൺമെൻറ് തന്നെ ഫണ്ട് നേരിച്ച് ഗവൺമെൻറ്റിൻ്റെ പണമല്ലല്ലോ തരുന്നത്. നമ്മൾ ഓരോരുത്തർ ചെറുതും വലുതുമായി കൊടുത്ത പണമാണ് അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുക. അപ്പം ജനങ്ങളുടെ പണം തന്നെയാണ്. അത് അദ്ദേഹം പറഞ്ഞു. അതെന്തും വെട്ടി തുറന്ന് പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അല്ലാതെ അവിടെ ഇവിടെയും പറഞ്ഞ് കാര്യം ചെയ്ത് തടി തപ്പണ ആളല്ല. അത് ആദ്യം മനസ്സിലാക്കി ഈ പറഞ്ഞ ആൾക്കാരൊക്കെ. എന്തായാലും അത് ഇന്നലത്തോടെ അവസാനിച്ചു. എന്തായാലും ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടേ. ഇപ്പോൾ ഈ പറഞ്ഞവന്മാരൊക്കെ എവിടെ പോയി? എവിടെയില്ല. അതത്രേ ഉള്ളൂ. എന്നാൽ ഒരുപാട് സഖാക്കന്മാർ, ഒരുപാട് ഇതിൻ്റെ നമ്മുടെ DYFIയുടെ SFIയുടെ ഒക്കെ DYFIയുടെ ഒരുപാട് നേതാക്കന്മാർ ഇവരൊന്നും ഇതിനെ മമ്മൂക്കയെ എതിർത്തൊന്നും പറഞ്ഞില്ലല്ലോ. കാരണം എന്താ? അവർക്കൊക്കെ ഇദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ്. അല്ലെങ്കിൽ അവർക്കൊക്കെ അവരുടെ ഒരുപാട് കാര്യങ്ങൾക്കൊക്കെ ഇദ്ദേഹത്തിൻ്റെ സപ്പോർട്ടുണ്ട്. ഇതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വരുന്ന ഒരുപാട് വേദികൾ ഞാൻ നേരിട്ട് കണ്ടിരുന്നു. തിരൂർ നമ്മുടെ MT വാസുദേവൻ എന്നൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇതിൽ അദ്ദേഹം മുഖ്യാതിഥിയായിരുന്നു. തുഞ്ചൻ പറമ്പിൽ വെച്ച പരിപാടി. അതുപോലെ തന്നെ കൊച്ചിയിലൊരു പരിപാടി ഉണ്ടപ്പോൾ മമ്മൂക്ക കുറച്ച് ലേറ്റായിട്ട് വന്നു. പക്ഷേ അദ്ദേഹത്തെ വേദിയിലോട്ട് ക്ഷണിച്ച് വരുന്നത് നമ്മുടെ പിണറായി വിജയൻ സാറാണ്. അങ്ങനെ ഒരുപാട് നമ്മുടെ മമ്മൂക്ക വരുന്ന ഒരുപാട് പരിപാടി നമ്മുടെ P. ശിവൻകുട്ടി MLA അദ്ദേഹം ഉണ്ടാവാറുണ്ട്. അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ടുവന്ന അദ്ദേഹം. അവരൊക്കെ ഈ സഖാക്കന്മാർ തന്നെയാണ്. ഈ പറയുന്നവന്മാർ അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. കാരണം ഇവന്മാരൊക്കെ ഈ പാർട്ടി വരുന്നതിന് മുമ്പേ മമ്മൂക്ക ഇതൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അദ്ദേഹത്തിന് ഒരു പാർട്ടി നോക്കിയിട്ടല്ല, പക്ഷേ അദ്ദേഹത്തിന് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട് എന്നൊന്ന് മനസ്സിലാക്കുക. അത്രേ ഉള്ളൂ.